ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഖത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മെയ് മന്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ബ്ലെസ്സിങ്സ്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഫാമിലി, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ചാലഞ്ചസ് എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ ഈ ഒരു മാസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, കൂടാതെ ഇത് ജെന്റൽനെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മന്ത് ആയിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത്, ഈ ഒരു റീഡിംഗ് മെയ് 2024. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് അക്കേഷ്യ ആൻഡ് ഒന്ന് ജൂനിപ്പർ. നിങ്ങൾക്ക് ഇതിൽ ഏത് പിക്ചറിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്, ഇതിൽ ഏത് കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങൾക്ക് ആ ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു കാർഡും കൂടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അക്കേഷ്യ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 അക്കേഷ്യ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഈ ഒരു മാസം ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി അത് നിങ്ങളുടെ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാലഞ്ചസിനെ ഒക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അഷ്യോർഡ് ആക്കി തരുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ്, അതും ഒരു ന്യൂ ഫിനാൻഷ്യൽ ബിഗിനിങ്ങിനെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചില വ്യക്തികൾക്കൊക്കെ ഒരു ജോബൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഒരു ജോബ് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ചോ സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ പഠനം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ രീതിയിൽ പഠനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. കൂടാതെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് എങ്ങനെ, അത് ഏത് സാഹചര്യമാണെങ്കിലും, അതിപ്പോൾ നിങ്ങളുടെ കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടതായിട്ടുള്ള ഒരു അറിവ്, ഒരു വിസ്ഡം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ, ഒരു ക്ലാഷസ് ഒന്നും ഉണ്ടാവാതെ നോക്കുക. അതുപോലെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റ് കാർഡ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ്, ഒരു ലാസ്റ്റ് കോളിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ പോലെ വരുന്നത്, അവിടെയൊക്കെ നിങ്ങൾ വേണ്ടതായിട്ടുള്ള റൈറ്റ് സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചാലഞ്ചസ് വരുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മറികടക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് നമ്പർ 1 അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവാണ് ഇത്രയും നാളും ഉണ്ടാകാതെ പോയത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെയല്ല. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചാലഞ്ചസ്, പ്രോബ്ലംസിനെയൊക്കെ അതിൻ്റെ ആ റൈറ്റ് രീതി, യൂണിവേഴ്സ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണോ ആ കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാനായിട്ട് ഉള്ള അറിവ്, ആ ഒരു തിരിച്ചറിവ്
നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ ഒരു എനർജിയും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാഡ് ബട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മരണങ്ങൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസം ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയമുള്ളവരായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു പ്രായമായ വ്യക്തികളുടെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ അത് പറയണമോ എന്ന് വിചാരിക്കുന്നതല്ല, പക്ഷെ നമ്മൾ റീഡിങ്ങിൽ കണ്ടതുകൊണ്ടാണ് അത് പറയുന്നത്. കോഫിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംബന്ധിക്കുന്നിടത്തോളം അതൊരു റീബർത്ത് ആയിട്ടാണ് വരുന്നത്. അതായത് എന്തോ ഒരു സാഹചര്യം അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന, കൈവിട്ടു പോയിടത്തു നിന്ന് നിങ്ങൾ വീണ്ടും അത് തിരിച്ചു പിടിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ആൻഡ് ഇവിടെ നമുക്ക് ബാബബ് ട്രീ വന്നിട്ടുണ്ട്, ഓക്ക് ട്രീയും വന്നിട്ടുണ്ട്. ബാബബ് ട്രീ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് ട്രീ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഒരു സർവൈവലിൻ്റെ ഒരു എനർജിയാണ് ഉള്ളത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറ്റ് ദ വേർജ് ഓഫ് ബ്രേക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസിനെ സർവൈവ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു സ്റ്റെഡിനെസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും കരിയർ പ്രോബ്ലംസ് ആണ് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ അത് സർവൈവ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ ഓക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇംപ്രൂവ് ആകുന്നതായിട്ടും നിങ്ങൾ ഫിസിക്കലി വളരെ ആക്റ്റീവ് ആകുന്നതായിട്ടും നിങ്ങൾക്കൊരു ഫിസിക്കൽ പവർ അതോടൊപ്പം തന്നെ ഇന്നർ ഇമോഷണൽ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ചെയ്യാനുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക്. അതായത് നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട്, ഒന്നല്ല പല പർപ്പസുകളുണ്ട്. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആക്ച്വലി എബിലിറ്റീസിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഇവിടെ നമുക്ക് ഹെർമിറ്റ് കാർഡും വന്നിട്ടുണ്ട്. അതായത് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ എബിലിറ്റീസിനെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് തന്നെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണിത്. ഇവിടെ നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ ടാപ്പ് ചെയ്യേണ്ട ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കുക, അത് പോളിഷ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ചെയ്യാനുണ്ട്. ഈ ഒരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കാനുണ്ട്, ഒരുപാട് സർവീസസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ. അതുപോലെ ഈ ബാബബ് ട്രീ എന്ന് പറയുമ്പോൾ ട്രങ്ക് എനർജിയാണ്. അതായത് സർവൈവലിൻ്റെ എനർജി നിന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണിക്കുന്നുണ്ട്. അത് പല വ്യക്തികളും ഒത്തിരി ചാലഞ്ചസിൽ പെട്ടിട്ട് അവസാനം അതിൻ്റെ ഒരു നെല്ലിപ്പലക എത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പറ്റില്ല. അപ്പം നിങ്ങളുടെ ഷെല്ലെല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ വരാൻ പോകുന്ന അവസ്ഥ. കാര്യം ചാലഞ്ചസ് നിങ്ങൾ സഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് എന്ത് വന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്ന് പുറത്തു വരിക, ഇനിയിപ്പോൾ പോയാൽ പോട്ടെ, എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് വളരെ അധികം ഓപ്പർച്യൂണിറ്റീസും ആണ്. അതാണ് നമുക്ക് നോളജിന്റെ രൂപത്തിൽ ഹെർമിറ്റ് കാർഡ് തരുന്നത്. അതാണ് നിങ്ങൾക്ക് സ്പിരിച്വലി വളരെ ഇൻക്ലൈൻഡ് ആകുന്ന ഒരു മന്ത് ആയിരിക്കും ഇത്. ഒരുപാട് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠനങ്ങൾ നടത്താനും അത് നിങ്ങൾക്കൊരു എൻലൈറ്റ്മെന്റ് തരാനും നിങ്ങളുടെ ഒരു ഡാർക്ക്നെസ് മാറ്റിയൊരു ലൈറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് അക്കേഷ്യ, നമുക്ക് റൂട്ട് എനർജിയാണ്. അക്കേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേരുകൾ സ്പ്രെഡ് ആകുന്നു എന്നുള്ളതാണ്. വേരുകൾ ഉറയ്ക്കുന്നു, അതായത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നു. നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും സ്ട്രോങ്ങർ ആവുന്നുണ്ട്.
ഈവൻ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ആണെങ്കിലും, അതായത് ഒരു പ്രൗഡ് ഫീൽ തോന്നുന്ന മൊമെന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാവുന്നതാണ് എന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ആ റൂട്ടുകൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ടേക്കൊരു വളർച്ച കാണാനില്ലെങ്കിലും വേരുകൾ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ വേരുകളുടെ വളർച്ച പൂർണ്ണമായി അതല്ലെങ്കിൽ അത് ഫിക്സ്ഡ് ആയി കഴിയുന്ന സമയത്താണ് പിന്നീട് നിങ്ങൾക്ക് മുകളിലേക്ക് ചെടികൾ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ വളരെ സ്ലോവർ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് നടക്കുന്നത്. ഇന്റേണൽ ഗ്രോത്ത് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇന്റേണൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്ന ഒരു സമയത്ത് അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഒരു പുറത്തേക്ക് നിങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ഭയങ്കര സ്റ്റഡി ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർവൈവൽ ഉണ്ടാവുന്നുണ്ട്. റൂട്ട് ട്രങ്ക് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രോങ്ങർ ആവുകയാണ് എന്നുള്ളതാണ്. ഇമോഷണലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ്ങർ ആവുന്നുണ്ട്. ഇവിടെ ചില വ്യക്തികൾക്കാണെങ്കിൽ കാൽഷ്യം, പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ സി ഇപ്പൊ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു മന്ത് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു മന്ത് നിങ്ങൾ ഇമോഷണലി അത്ര ബാലൻസ്ഡ് ആയിട്ട് ആയിരിക്കില്ല തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഇമോഷണൽ ബാലൻസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ന്യൂ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്, സ്റ്റെബിലിറ്റിയും വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കറക്ഷൻസ് നടത്തണമെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. ടോട്ടാലിറ്റിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി ആൻഡ് മെന്റലി, ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക്, ഇന്റലക്ച്വലി ഒക്കെ നിങ്ങൾ പവർഫുൾ ആവുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റീസ് ആൻഡ് ടാലൻസ് തിരിച്ചറിഞ്ഞ് ടാപ്പ് ഇൻ ടു യുവർ പവർ എന്നുള്ളതാണ്. അത് എക്സ്ട്രാ സ്പെഷ്യൽ ആണ്. അത് നിങ്ങളെ റെയർ ആക്കുന്നത് നിങ്ങളുടെ പവേഴ്സ് ആണ്, നിങ്ങളുടെ ടാലൻസ് ആണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കി അതിന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാനുള്ള, നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസും ഭയങ്കരമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം, ഒരു പവർ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്സും, ഫ്രണ്ട്ഷിപ്സും, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്സ് എല്ലാം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, സ്പെഷ്യലി നിങ്ങളുടെ ഫിനാൻസിലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇമോഷൻസിലും നിങ്ങളിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എനർജി, സ്പിരിച്വാലിറ്റി വളരെ സ്ട്രോങ് ആകുന്ന മാസം. ബ്യൂട്ടിഫുൾ 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 എനർജിയാണ്. എല്ലാ ഡയമെൻഷൻസ് ഓഫ് ലൈഫും നിങ്ങൾ ടച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവിടെയൊക്കെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരറ്റ് കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പിരിച്വൽ ഗൈഡൻസസ്, മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 ജൂനിപ്പർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. ജൂനിപ്പർ സെലക്ട് ചെയ്ത നിങ്ങളുടെ മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഫാമിലി, വെൽത്ത്, കരിയർ ആൻഡ് ഓവറോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 5 of Swords, 6 of Pentacles, 5 of Wands, Strength കാർഡ് ആൻഡ് Knight of Wands ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഡേറ്റ് പാം ആൻഡ് പൊമഗ്രാനൈറ്റ് എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ലോസ്, ഒരു നഷ്ടം, അതിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു
ഗിൽട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. എല്ലാ രീതിയിലും ഒരു ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് വിസ്ഡം ആൻഡ് പവർ ആണ് ഈ ഒരു മന്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു മേജർ എനർജി. ഒരു ലോസിന്റെ ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾക്ക് വളരെ രീതിയിൽ അതൊരു ഹെഡേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കാരണം നിങ്ങളുടെ ഇന്റേണൽ എനർജീസ് ബാലൻസ് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു മെയ് പകുതി വരെയൊക്കെ നിങ്ങൾക്ക് അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും ഒക്കെ ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഹാർഡ് വർക്ക്സ് നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള മാസങ്ങളിൽ ഒന്നും ഒരു റിസൾട്ട്, ഒരു റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ മാനസികമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് നേടിയെടുക്കേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങൾ ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഒന്ന് മറികടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 8th എനർജി എന്ന് പറയുമ്പോൾ സാറ്റേണിന്റെ ഒരു എനർജിയാണ് ഉള്ളത്. അതായത് കാർമിക് പോയിന്റ്സ് ആക്ടിവേറ്റഡ് ആവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചാലഞ്ചസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ആ സാറ്റേൺ ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു ടൈമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കർമാസ് എന്തെങ്കിലും നിങ്ങൾ ചെറിയ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നുള്ളൊരു എനർജി ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യാൻ, വിഷസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെങ്കിലും മറികടക്കാനായിട്ടും ഹെൽപ്പ് ആകും എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോളജ് ആണെങ്കിൽ നിങ്ങൾ നോളജ് ഷെയർ ചെയ്യുക, ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഫിനാൻസ് ചാരിറ്റി ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ട വ്യക്തികൾക്ക് ഹെൽപ്പ് ചെയ്യുക. ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട്, അവർക്ക് ഫിനാൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, ചിലപ്പോൾ നിങ്ങളുടെ സമയമായിരിക്കും ഒരു വ്യക്തിക്ക് ആവശ്യം, അവർ വളരെ ഡെസ്പൈറ്റ് ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ ആയിട്ടൊക്കെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്കൊരു ഫൺ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണോ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചുള്ളത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കൊണ്ടുതരുന്ന, അത് ഒരു റിലീഫായിട്ടായിരിക്കാം, നിങ്ങളുടെ ഹോബി ആയിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഗ്രഡേഷൻ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ബാക്കിയുള്ള വ്യക്തികളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. മ്യൂസിക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഒരു പുതിയ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഇൻഫിനിറ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു എനർജി ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു മാസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഹെഡ് ഏക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെഡിനൊക്കെ പെയിന്, നെക്ക് പ്രോബ്ലംസ്, അല്ലെങ്കിൽ കൈക്കൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന ഒരു മിഡ് മെയ്ക്ക് ശേഷം, നിങ്ങൾക്ക് മെയ് പകുതിക്ക് ശേഷം അതെല്ലാം മാറുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓറഞ്ച് കളർ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മന്ത് ആയിരിക്കും. നിങ്ങൾ വെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആ ഒരു എനർജി നിങ്ങളൊന്ന് പുറത്ത് കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും. അതിന് നിങ്ങൾക്ക് ഓറഞ്ച് കളർ വളരെയധികം ഒരു മോട്ടിവേഷൻ, ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട്
ചേർന്ന് എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഡോർ ഓപ്പൺ ചെയ്തു തരും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മിഡിൽ ഈസ്റ്റ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഡെസേർട്ട് ലാൻഡിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ആഫ്രിക്കൻ കൺട്രീസ് അതല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഒരു ഡേറ്റ് പാം വന്നിട്ടുണ്ട് ഓൾറെഡി തന്നെ. കൂടാതെ നമുക്ക് എല്ലാ രീതിയിലും ആ ഒരു ഡെസേർട്ട് വൈബ് ഉണ്ടാവുന്നുണ്ട്. ഡെസേർട്ട് വൈബ് എന്ന് പറയുമ്പം എക്സ്ട്രീംസ് ആണ്. ആ എക്സ്ട്രീംസിനെ ഇമോഷൻസിലാണെങ്കിലും സിറ്റുവേഷൻസിലാണെങ്കിലും ഹാൻഡിൽ ചെയ്ത് ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലേസസിലേക്കൊക്കെ നിങ്ങൾക്കൊരു ട്രാവൽ പോസിബിൾ ആവുന്നതാണ്. അത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പാം എനർജി എന്ന് പറയുന്നത് വളരെ ഗ്രേസ്ഫുൾ ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു മുഖത്തിനൊക്കെ ഒരു പ്രസാദം ഉണ്ടാകുന്നു, ഒരു പ്രസന്നത ഉണ്ടാകുന്നു, നിങ്ങൾക്ക് വളരെയധികം ഒരു തെളിച്ചം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്റ്റുകളെല്ലാം നിങ്ങൾക്ക് തീർത്ത് വളരെയധികം ഒരു ശാന്തത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്താണ്. അതായത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് അത് വളരെയധികം റിഫ്ലക്റ്റഡ് ആകും. എന്നാൽ നിങ്ങൾക്ക് സന്തോഷം മനസ്സിലുണ്ടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുഖത്തും ആ ഒരു പ്രസന്നത ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് നിങ്ങൾക്ക് ഈ ഒരു മന്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ ആവുന്നു എന്നുള്ള ഒരു എനർജിയും കൂടാണ് ഈ ഒരു ഡേറ്റ് തരുന്നത്. കാര്യം ഡെസേർട്ട് എനർജി ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡെസേർട്ട് എനർജി എന്ന് പറയുമ്പം നൈറ്റ്സ് ആർ എക്സ്ട്രീംലി കോൾഡ് ആൻഡ് ഡേയ്സ് ആർ എക്സ്ട്രീംലി ഹോട്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സ്ട്രീമിറ്റിയിൽ ജീവിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഡെസേർട്ടിൽ ഉള്ള സർവൈവൽസിന് ഉള്ളത്. അപ്പൊ അതുപോലെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ചാലഞ്ചസിനെ എല്ലാം നിങ്ങൾ ഗ്രേസ്ഫുള്ളി ഫേസ് ചെയ്യാനും കൂടി പഠിക്കുന്ന ഒരു എനർജി, ടാക്കിൾ ചെയ്യാൻ പഠിക്കുന്നു നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഇമോഷൻസിനെ തന്നെ, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒക്കെ നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പഠിക്കുന്ന ഒരു എനർജി, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൊമഗ്രാനൈറ്റ് എനർജിയാണ്. അത് ഒരു ഇന്നർ ജേർണിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ വളരെ ഗ്രേസ്ഫുള്ളി ടാക്കിൾ ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോബ്ലംസിനെ എല്ലാം. അപ്പൊ തന്നെ നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള ഹാർഡ് വർക്ക്സിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും അത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരികയും ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് യു ആർ ഗോണ എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ആക്ഷൻ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു റിസൾട്ട്, റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മുടെ വേക്കിംഗ് ലൈഫിൽ നമ്മൾ എപ്പോഴും കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് നമുക്ക് കണക്ഷൻ ഉള്ളത്. എന്നാൽ ഈ സബ് കോൺഷ്യസിൽ നിങ്ങളുടെ പല ട്രോമാസ്, ഫിയേഴ്സ് ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു എനർജി സബ് കോൺഷ്യസിലാണ് ഉള്ളത്. നിങ്ങൾക്ക് അതൊക്കെ കണ്ടെത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ആ കണ്ടെത്തലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നു. നിങ്ങളുടെ പല ഇഷ്യൂസിൻ്റെയും ഒക്കെ ഒരു റൂട്ട് കോസ് ഒളിഞ്ഞു കിടക്കുന്നത് ഈ ഒരു സബ് കോൺഷ്യസിലായിരിക്കും. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും, നിങ്ങളുടെ ഫിനാൻസ് ആണെങ്കിലും, കരിയർ ആണെങ്കിലും, നിങ്ങളുടെ കർമ്മ ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസിലെ ലിമിറ്റിംഗ് ബിലീഫ്സോ അല്ലെങ്കിൽ ട്രോമാസ് ഒക്കെയാണ് നിങ്ങളെ തന്നെ താഴേക്ക് വലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനുള്ള എനർജി ഇവിടെ ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ കുറിച്ചും അതുപോലെ ലൈഫിനെ കുറിച്ചും പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് റിവീൽ ആയി വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലോകത്തിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ഡീപ്പർ ആൻഡ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നേടി തരുമെന്നുള്ളതാണ്. ഒരുപാട് വ്യക്തികൾക്ക് ഡ്രീംസ് ഈ ഒരു മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്
നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീംസിൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ്, അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ആണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പിംഗ് ടൈമിൽ സബ് കോൺഷ്യസ് മൈൻഡാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സബ് കോൺഷ്യസിലുള്ള തോട്ട്സ് ആണ് ഡ്രീംസ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡ്രീംസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടൊരു ലിങ്ക്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കി എടുക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നേടിത്തരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ഇൻസ്റ്റിങ്സിനെ ഒക്കെ അത് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിന് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനും തോട്ട്സിനും എല്ലാം നമ്മളൊരു റെസ്റ്റ് കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുന്നൊരു ടൈമായിട്ട് കാണുക. നോ തോട്ട്സ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താലും മതിയാവും. നിങ്ങൾ വെറുതെ ഒരു ദിവസത്തിൽ ഒരു 5-10 മിനിറ്റ് ഇരിക്കുക. സ്റ്റഡി ആയിട്ട് സിമെട്രിക്കൽ ആയിട്ട് ബോഡി പോസ്ചേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുക. നിങ്ങൾ അവിടെ നിങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ നോട്ട് ചെയ്യുക. ആ ചിന്തകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങളുടെ പാഷൻസ് ആയിരിക്കും, ഡ്രീംസ് ആയിരിക്കും, വറീസ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഡീകോഡ് ചെയ്തെടുത്ത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ ഈ മെഡിറ്റേറ്റീവ് പോസ്ചറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന തോട്ട്സിനെ എല്ലാം ഓവർകം ചെയ്ത് നോ തോട്ട്സിലേക്ക് ഉള്ള ഒരു മെഡിറ്റേറ്റീവ് സെഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങളുടെ മൈൻഡിനെ തന്നെ സ്ട്രോങ്ങർ ആക്കാനായിട്ടും പറ്റുന്ന ഒരു എനർജിയാണ്. അവിടെ നിന്ന് നിങ്ങളുടെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഉണരുകയും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന എനർജീസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ജുനിപ്പർ എനർജി ഉണ്ട് ഇവിടെ. ഈ ഒരു ജുനിപ്പർ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പിരിച്വൽ റീം എന്നുള്ളതാണ്. അതായത് സ്പിരിച്വൽ വേൾഡ്സുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്പിരിറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ലോകമായിട്ട് ഒരു സ്പിരിച്വൽ വേൾഡുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം നിങ്ങൾക്ക് ഈ ഒരു മാസം ഡ്രീംസ് ആൻഡ് സ്പിരിറ്റ്സ് ഒക്കെ ആയിട്ടൊരു കണക്ഷൻസ് ഉണ്ടാകും. സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ആണ്, ഗോസ്റ്റ് എന്നുള്ള എനർജി അല്ല. സ്പിരിച്വൽ വേൾഡുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സൈക്കിക് ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഇവിടെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിങ്സ് സ്ട്രോങ്ങർ ആവുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് സൈക്കിക് സബ്ജക്ട്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ടാരറ്റ് റീഡിങ്, ആസ്ട്രോളജി, അതുപോലെ ഒരുപാട് രീതിയിൽ സീക്രട്സ് റിവീൽ ആവുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി 8 നമ്പർ വന്നിട്ടുണ്ട്. അത് ഹിഡൻ ആയിട്ടുള്ള എനർജീസിനെയാണ് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സുമായിട്ട് ഉള്ള ഹിഡൻ എനർജീസിലേക്ക് നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ മനസ്സ് എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിന്റെ എനർജി, തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒത്തിരി ഒരുപാട് ഈ പറയുന്ന ആസ്ട്രോ നോളജ്, അതുപോലെ സൈക്കിക് ആയിട്ടുള്ള നോളജസ് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത് പഠനങ്ങൾ നിങ്ങൾ നടത്തുന്നു, അതിനെക്കുറിച്ച് ഡീപ്പറായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു മിസ്റ്റിക് സയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം തോന്നുകയും നിങ്ങൾ ചില വ്യക്തികളൊക്കെ അത് പഠിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മിസ്റ്റിക്കൽ നോളജ് ഒക്കെ, ഒക്കൾട്ട് എന്നൊക്കെ പറയുന്ന അതിലേക്കൊക്കെ നിങ്ങൾ ഓൾറെഡി അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഡീപ്പറായിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കുന്നു. എന്നാൽ അത് ഇതുവരെ നിങ്ങൾ അങ്ങനെയുള്ള സബ്ജക്ട്സുകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ഡ്രോൺ ആകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. യെസ്, അത് നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിനൊരു ഗുഡ് ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ കൊടുത്തുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഒക്കെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്ഷൻ
ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആണെങ്കിലും, അതായത് ഓറ ക്ലെൻസിങ് ആൻഡ് ഓറ പ്രൊട്ടക്ഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ ആദ്യം ഷീൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു എനർജി. നിങ്ങളുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ്, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്പിരിച്വൽ ഗൈഡൻസസ് ആൻഡ് മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ, ഗൈഡൻസസ് പൊതുവെ സ്പിരിച്വലി ഹീലിംഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഉള്ള ഒരു റീഡിംഗ്, ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.